ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റന്റ് പിസ്സയാണ്. മാവൊന്നും കുഴയ്ക്കാതെ പുളിപ്പിക്കാൻ വെക്കാതെ ബ്രെഡ് കൊണ്ട് എങ്ങനെ ഈ നല്ല ടേസ്റ്റി പിസ്സ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 സ്ലൈസ് ബ്രെഡാണ്. ഏകദേശം 230 ഗ്രാം വരും. ഇതിങ്ങനെ കറക്റ്റ് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കണമെന്നില്ല, ചെറിയ പീസസ് ആയിട്ട് കിട്ടിയാൽ മതി. ബ്രെഡ് മൊത്തം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ടയും കൊണ്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ മുട്ടകളാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം തീരെയില്ലാത്ത ബ്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര എടുക്കുന്നത്. മധുരം ഉള്ളതാണെങ്കിൽ ഇതിലും കുറച്ച് അളവ് പഞ്ചസാര ചേർത്താൽ മതിയായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 3/4 കപ്പ് പാലാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഈ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കാം. ചെറിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ബ്രെഡ് മുക്കി വയ്ക്കാൻ ഒരല്പം കുറവായിരിക്കും. അങ്ങനെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ടൊന്ന് മുങ്ങിയിരിക്കണം, എന്നാൽ ഒത്തിരി ലൂസായിട്ട് വെള്ളം ഒത്തിരി മിച്ചം വരാനും പാടില്ല. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയുടെ മുകളിൽ ടോപ്പ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ഫ്രൈയിങ് പാനിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇതേപോലെ ഒന്ന് ആയാൽ മതി. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അതേപോലെ വെജിറ്റബിൾസ് എല്ലാം സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ എണ്ണ ചേർത്ത് റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. പിസ്സയുടെ മുകളിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ക്യാപ്സിക്കം ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതൊരു പ്രത്യേക ടേസ്റ്റ് തരുന്നുണ്ട് ഈ പിസ്സയ്ക്ക്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഓവനിൽ പിസ്സ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലിടുന്ന വെജിറ്റബിൾസ് ഓവനിലെ ചൂട് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയാറുണ്ട്. നമ്മൾ ഫ്രൈയിങ് പാനിൽ പിസ്സ ഉണ്ടാക്കുമ്പം അതിൻ്റെ മുകളിൽ കിടക്കുന്ന വെജിറ്റബിൾസ് പച്ചയായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള ചില്ലി സോസ്. ഹോട്ട് ചില്ലി സോസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. സ്വീറ്റ് ചില്ലി സോസ് എടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല. ഹോട്ട് ചില്ലി സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി, അതായത് ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിസ്സ സോസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബ്രെഡിൻ്റെ മിക്സ് എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി പിസ്സ ഉണ്ടാക്കാനുള്ള പാന് നമുക്ക് ചെറിയ തീയിലൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയ ബർണറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മളിത് പരന്ന പാത്രത്തിൽ ചെയ്യുന്നത് കാരണം പാത്രത്തിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തീയെത്താൻ അതായിരിക്കും നല്ലത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഇനി ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ വശത്തും ഒരേ കട്ടി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതേപോലെ ഇതിൻ്റെ സൈഡിൽ നല്ലൊരു കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അടിയിൽ ആയി വന്നിട്ടുണ്ടോ എന്ന്. ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് മറിച്ചിടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് ഈ പാന് നേരെ അങ്ങ് കമത്തി കഴിഞ്ഞാൽ ഈ പ്ലേറ്റിലേക്ക് അത് വന്നോളും. ഇതുപോലെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതേ പാനിലേക്ക് പിസ്സയുടെ ബേസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. മറുവശം കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം കറക്റ്റ് റൗണ്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് പിസ്സ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് മുഴുവനായിട്ട് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റിർ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഒരല്പം ബ്ലാക്ക് ഒലിവ്സ് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ഒരല്പം മൊസറല്ല ചീസ് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് റെഡി ആയിട്ട് വരും. അതേപോലെ ഈ ചീസ് എല്ലാം ഒന്ന് നല്ല മെൽറ്റായിട്ടും വരും. ഇപ്പോൾ 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പിസ്സയുടെ മറുവശം കൂടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചീസ് എല്ലാം നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.